ദൈവത്തിൻ്റെ പൊന്നുതിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ അനുദിന സന്ദേശത്തിലൂടെ ദൈവവചനം ശ്രവിക്കുന്ന ഏവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥനയോടുകൂടെ ഒരു വേദഭാഗത്തേക്ക് കടന്നു വരാം. റോമർക്കെഴുതിയ ലേഖനം 8-ാം അധ്യായത്തിൻ്റെ 28-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് നാം അറിയുന്നു. ഈ വാക്യത്തിൽ ദൈവമക്കളായി നാം മാറിയതുകൊണ്ട്, അല്ലെങ്കിൽ ഒരു വ്യക്തി ദൈവവൈതലായി തീർന്നതുകൊണ്ട് അവൻ്റെ ജീവിതത്തിൽ തിന്മ വരികയില്ല, ദുഃഖത്തിന് ഉള്ള കാരണങ്ങൾ വരികയില്ല, വേദനയ്ക്കുള്ള കാരണങ്ങൾ വരികയില്ല എന്നല്ല. പിന്നെയോ അവൻ ദൈവത്തെ സ്നേഹിക്കുന്ന വ്യക്തിയാണെങ്കിൽ, അല്ലെങ്കിൽ നിർണയപ്രകാരം ദൈവം വിളിക്ക് യോഗ്യനായിരിക്കുന്ന വ്യക്തിയാണെങ്കിൽ അവൻ്റെ ജീവിതത്തിൽ അവൻ അനുഭവിക്കുന്ന കഷ്ടതകളും ദുഃഖങ്ങളും വേദനകളും നിരാശകളും തിന്മകളും നന്മയായി മാറ്റുവാൻ കഴിയുന്ന ഒരു ദൈവശക്തിയുടെ വ്യാപാരം അവനോടുകൂടി ഉണ്ടായിരിക്കും. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം കഷ്ടതയും ദുഃഖവും വേദനയും നിരാശയും തിന്മയും അനുഭവിക്കുന്ന ദൈവവൈതലെ സകലതും നന്മയ്ക്കു വേണ്ടി വ്യാപരിക്കുന്ന ദൈവശക്തിയുടെ വ്യാപാരത്തെ ഏറ്റെടുക്കുവാൻ ഇന്ന് പകൽക്കാലം നീ തയ്യാറാകുക. ഇന്ന് നീ അനുഭവിക്കുന്ന തിന്മകൾ ആ യഥാർത്ഥ ദൈവസ്നേഹത്തിലേക്ക് കടന്നു വരുവാനും യഥാർത്ഥ ദൈവവിളിയിലേക്ക് കടന്നു വരുവാനും നിന്നെ ഒരുക്കുന്നതാണെന്ന് മനസ്സിലാക്കി യഥാർത്ഥ ദൈവസ്നേഹത്തിലേക്കും ദൈവിക വിളിയിലേക്കും നീ കടന്നു വരുമ്പോൾ ഇന്ന് നീ അനുഭവിക്കുന്ന തിന്മകൾ നാളെ നന്മയായി മാറ്റുന്ന ഒരു ദൈവശക്തിയുടെ വ്യാപാരം നിനക്ക് അനുഭവിച്ചറിയാനിടയാകും. സകലതും നന്മയ്ക്ക് വേണ്ടി വ്യാപരിക്കുന്നു എന്ന് ദൈവവചനത്തിൽ പറഞ്ഞെങ്കിൽ നിൻ്റെ ജീവിതത്തിലെ സകലമല്ല, എന്തെങ്കിലുമല്ല, പിന്നെയോ നിൻ്റെ ജീവിതത്തിലെ സകല അനുഭവങ്ങളെയും നന്മയാക്കി മാറ്റുവാൻ കഴിയുന്ന ദൈവശക്തിയുടെ വ്യാപാരം. പ്രൈസ് ദി ലോർഡ്. ഒരുപക്ഷെ നിൻ്റെ കുടുംബജീവിതത്തിലെ തിന്മയായിരിക്കാം നീ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ നിൻ്റെ ആരോഗ്യത്തിലെ തിന്മയായിരിക്കാം നീ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ നിൻ്റെ സാമ്പത്തിക അവസ്ഥയിലെ ചില തിന്മകളായിരിക്കാം നീ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ നിൻ്റെ തലമുറയെക്കുറിച്ചുള്ള തിന്മകളായിരിക്കാം നീ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്ത് തിന്മയാണെങ്കിലും അത് നന്മയാക്കി മാറ്റുവാൻ കഴിയുന്ന ദൈവശക്തിയുടെ വ്യാപാരത്തിൽ ഇന്ന് പകൽ നീ വിശ്വസിച്ചാൽ വരും ദിവസങ്ങളിൽ ഇന്നത്തെ തിന്മകൾ നാളത്തെ നന്മകളായിട്ട് മാറുന്ന കാണുവാനിടയാകും. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, കഴിഞ്ഞ കാലങ്ങളിൽ നീ അനുഭവിച്ചു കൊണ്ടിരുന്ന തിന്മയെ മാറ്റുവാൻ വേണ്ടി നിൻ്റെ ബുദ്ധി നീ പ്രയോഗിച്ച് നോക്കി, നിൻ്റെ കഴിവ് നീ പ്രയോഗിച്ച് നോക്കി, നിന്നെ കൊണ്ടാവതിനപ്പുറം നീ പ്രയോഗിച്ച് നോക്കി, ഒരു മാറ്റം ഉണ്ടായില്ലല്ലോ എങ്കിൽ ഇന്ന് പകൽക്കാലം യഥാർത്ഥ ദൈവസ്നേഹത്തിലേക്കും യഥാർത്ഥ ദൈവവിളിയിലേക്കും നീ ഒന്ന് കടന്നു വാ. നമ്മുടെ കഴിവ് കൊണ്ടോ, നമ്മുടെ ശക്തി കൊണ്ടോ, നമ്മുടെ ബലം കൊണ്ടോ, നമ്മുടെ പണം കൊണ്ടോ, നമ്മുടെ ബന്ധുബലം കൊണ്ടോ, നമ്മുടെ ആൾബലം കൊണ്ടോ ഒന്നും ഈ തിന്മയെ മാറ്റുവാൻ കഴിയുകയില്ല. പിന്നെ എന്ത് ചെയ്യണം? ആ യഥാർത്ഥ ദൈവസ്നേഹത്തിലേക്ക് നമുക്കൊന്ന് കടന്നു വരാം. അങ്ങനെ വരുമ്പോഴേക്കും നമ്മുടെ തിന്മയെ നന്മയാക്കി മാറ്റുന്ന ദൈവശക്തിയുടെ വ്യാപാരം നമുക്ക് അനുഭവിച്ചറിയുവാനിടയാകും. ഒരു പക്ഷേ നിൻ്റെ കുടുംബത്തിൽ നീ തനിച്ചായിരിക്കാം, ഒരു നല്ല വാക്ക് പറയാൻ പോലും ആരും ഉണ്ടാകില്ലായിരിക്കാം. എന്നാൽ ആ ദൈവശക്തിയുടെ വ്യാപാരത്തിന് വേണ്ടി നിന്നെ ഏൽപ്പിച്ചു കൊടുത്താൽ നിൻ്റെ കുടുംബം നിനക്ക് അനുകൂലമായി മാറുന്ന കാണുവാനിടയാകും. ഈ ദിവസങ്ങളിൽ ആ ഏതൊക്കെ സാഹചര്യങ്ങൾ നിൻ്റെ മുൻപിൽ പ്രതികൂലമായിരിക്കുന്നുവോ ആ പ്രതികൂല സാഹചര്യങ്ങളെ അനുകൂലമാക്കി മാറ്റുവാൻ കഴിയുന്ന ദൈവശക്തിയുടെ വ്യാപാരം, സകല തിന്മകളെയും നന്മയാക്കി മാറ്റുവാൻ കഴിയുന്ന, സകലതും നന്മയാക്കി മാറ്റുവാൻ കഴിയുന്ന ദൈവശക്തിയുടെ വ്യാപാരം നിൻ്റെ കുടുംബത്തിൽ ദൈവം വെളിപ്പെടുത്തുമ്പോൾ ആരൊക്കെ നിനക്ക് പ്രതികൂലമായിരിക്കുന്നുവോ, ആരൊക്കെ നിനക്കെതിരായിരിക്കുന്നുവോ അവരെല്ലാം അനുകൂലമായി മാറുന്ന കാണുവാനിടയാകും. ഒരുപക്ഷെ നിൻ്റെ ജോലി സാഹചര്യത്തിലായിരിക്കാം നീ പ്രതികൂലം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്, തിന്മ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കൂടെ ജോലി ചെയ്യുന്ന നിൻ്റെ സഹജോലിക്കാരിൽ നിന്ന്, ഒരുപക്ഷെ നിൻ്റെ ഉന്നതരായ ഉദ്യോഗസ്ഥരിൽ നിന്ന്, ഒരുപക്ഷെ നിൻ്റെ സാഹചര്യങ്ങൾ ഇതൊക്കെ തിന്മയായിട്ട് മാറുന്നുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം ആ വിഷയത്തെ ദൈവകരത്തിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് ദൈവശക്തി ആ വിഷയത്തിന്മേൽ വ്യാപരിക്കണമേ. എൻ്റെ ജോലി സ്ഥലങ്ങളിൽ എൻ്റെ കൂടെ ജോലി ചെയ്യുന്നവരുടെ മേൽ, എൻ്റെ മേലുദ്യോഗസ്ഥർമേൽ ദൈവമേ ആ ദൈവശക്തി ഒന്ന് വ്യാപരിപ്പിക്കണമേ എന്ന് നീ പറഞ്ഞു പ്രാർത്ഥിച്ച് ദൈവത്തോടെടുക്കുവാൻ തയ്യാറാകുന്നുവെങ്കിൽ നിൻ്റെ ജോലി സാഹചര്യങ്ങൾ അനുകൂലമായി മാറുന്ന കാണുവാനിടയാകും. ഒരുപക്ഷെ നിൻ്റെ ഭാവിയുടെ മേലായിരിക്കാം നീ തിന്മ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. നന്നായിട്ട് പഠിച്ചു, പക്ഷെ നല്ലൊരു ജോലി ലഭിക്കുന്നില്ല, ഒത്തിരി അലഞ്ഞു, ഒത്തിരി കഷ്ടപ്പെട്ടു, തട്ടിമുട്ടി പോകുവാൻ കഴിയുന്ന ജോലി മാത്രമേ കിട്ടുന്നുള്ളൂ, നല്ലൊരു ഭാവി ഉണ്ടാകുന്നില്ലെങ്കിൽ ഇന്ന് പകൽ ദൈവസന്നിധിയിലേക്ക് നിൻ്റെ ഭാവി ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് പ്രാർത്ഥിക്കുക. ദൈവമേ, എൻ്റെ ഭാവിയുടെ മേൽ
ദൈവത്തിൻ്റെ ശക്തി ഒന്ന് വ്യാപരിക്കണമേ. സകല നന്മയ്ക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവശക്തിയുടെ വ്യാപാരം എൻ്റെ ഭാവിയുടെ മേലൊന്ന് അയക്കണമേ. എൻ്റെ കുടുംബം എനിക്കൊന്ന് നന്നായിട്ട് നോക്കുവാൻ, എൻ്റെ മാതാപിതാക്കൾക്ക് ഞാനൊരു ആശ്വാസമായിരിക്കാൻ, ഞാൻ ഉൾപ്പെടുന്ന ദൈവസഭയ്ക്ക് ഞാനൊരു അനുഗ്രഹമായിരിക്കുവാൻ വേണ്ടി ദൈവമേ എൻ്റെ ഭാവിയുടെ മേലുള്ള എല്ലാ തിന്മകളെയും മാറ്റി എൻ്റെ ഭാവിക്ക് വേണ്ടി നന്മയ്ക്കായി ദൈവശക്തിയുടെ ഒരു വ്യാപാരം വെളിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിച്ചാൽ വരും ദിവസങ്ങളിൽ ദൈവം അനുഗ്രഹമേറിയ ഭാവിയെ നിനക്ക് വേണ്ടി ഒരുക്കിത്തരും. ചില വഴികളും വാതിലുകളും ദൈവം നിനക്ക് തുറന്നു തരുവാനിടയാകും. വിദ്യാഭ്യാസം ചെയ്യുന്ന കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ വിദ്യാഭ്യാസത്തിന്മേൽ തിന്മ വ്യാപരിക്കുന്നുണ്ടോ? പഠിപ്പിച്ചിട്ടതൊന്നും മനസ്സിലാകുന്നില്ല, എത്ര വായിച്ചാലും എത്ര പഠിച്ചാലും ഒന്നും മനസ്സിലാകുന്നില്ല, പരീക്ഷയ്ക്ക് വേണ്ട മാർക്ക് ലഭിക്കുന്നില്ല, പലപ്പോഴും ഫീസ് കൊടുക്കുവാൻ ബുദ്ധിമുട്ടുന്നു, കൂട്ടുകാരിൽ നിന്നുള്ള പ്രതികൂലങ്ങൾ നിൻ്റെ വിദ്യാഭ്യാസത്തെ പലപ്പോഴും തിന്മ വ്യാപരിക്കുന്നുവെങ്കിൽ ഇന്ന് പകൽ ആ വിദ്യാഭ്യാസത്തെ കർത്താവിൻ്റെ കരത്തിലേക്ക് കൊടുത്തിട്ട് കർത്താവിനോട് പറ, കർത്താവ് ഈ സകലതും നന്മയ്ക്ക് വേണ്ടി കൂടി വ്യാപരിക്കുന്ന അങ്ങയുടെ വ്യാപാര ശക്തി എൻ്റെ വിദ്യാഭ്യാസത്തിന്മേലൊന്ന് വ്യാപരിപ്പിക്കണമേ. കുഞ്ഞെ, നീ അങ്ങനെ പ്രാർത്ഥിച്ചാൽ നിൻ്റെ വിദ്യാഭ്യാസത്തിൻ്റെ എല്ലാ തടസ്സങ്ങളെയും ദൈവം മാറ്റി, എല്ലാ തിന്മകളെയും മാറ്റി നന്മയ്ക്ക് വേണ്ടി കൂടി വ്യാപരിക്കുന്ന ദൈവശക്തി നിൻ്റെ വിദ്യാഭ്യാസത്തിൽ വ്യാപരിപ്പിച്ച് നിനക്കൊരു ഉന്നത വിജയം നേടുവാനിടയാകും. നീ പ്രഭാതത്തിൽ വചനം കേൾക്കുന്ന ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിലെ എല്ലാ തിന്മകളും മാറി സകലതും നന്മയ്ക്കായി വ്യാപരിക്കണമെങ്കിൽ 2 കണ്ടീഷൻ. 1, നാം യഥാർത്ഥ ദൈവസ്നേഹത്തിലേക്ക് മടങ്ങി വരണം. 2, യഥാർത്ഥ ദൈവവിളിയിലേക്ക് നാം മടങ്ങി വരണം. അങ്ങനെ നാം മടങ്ങി വരുമ്പോഴേക്കും സകലതും നന്മയ്ക്ക് വേണ്ടി കൂടി വ്യാപരിക്കുന്ന ദൈവശക്തിയുടെ വ്യാപാരം ദൈവം നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുത്തി സകലതും നന്മയായി തീരുവാനിടയാകും. അതിനുവേണ്ടി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഈ വചനം കേൾക്കുമ്പോൾ ഇപ്പോൾ തന്നെ ഒരു ദൈവശക്തി നിൻ്റെ മേൽ വ്യാപരിച്ച്, നിൻ്റെ കുടുംബത്തിന്മേൽ വ്യാപരിച്ച്, നിൻ്റെ പ്രാർത്ഥനാ വിഷയങ്ങളിന്മേൽ വ്യാപരിച്ച് നന്മയാക്കി മാറ്റുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം, പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗീയ നല്ല പിതാവേ, ഈ പ്രഭാതത്തിൽ കേട്ട വചനത്തിന് മുൻപിൽ ഞങ്ങളെ തന്നെ താഴ്ത്തി സമർപ്പിക്കുന്നു. സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്ന ദൈവശക്തിയുടെ വ്യാപാരം ഇന്ന് പകൽ ഞങ്ങളുടെ മേൽ വ്യാപരിച്ച് ഞങ്ങളുടെ തിന്മകളെ നന്മയാക്കി മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ദുഃഖങ്ങളും നിരാശകളും വേദനകളും തിന്മകളും മാറി സകലതും നന്മയാക്കി മാറ്റുന്ന ദൈവശക്തിയുടെ വ്യാപാരം ഇന്ന് പകൽ ഞങ്ങളുടെ ജീവിതത്തിൽ വ്യാപരിച്ച് സകലതും നന്മയാക്കി മാറ്റണമേ. കർത്താവെ, അതിന് തക്കവണ്ണം അടിയങ്ങളെ ഈ പ്രഭാതത്തിൽ ഒരുക്കിയാണ്. തികഞ്ഞ ദൈവസ്നേഹത്തിലേക്ക് കടന്നു വരുവാൻ, ആത്മീയമായിട്ടുള്ള അഭിനയങ്ങളെ അവസാനിപ്പിച്ച് യഥാർത്ഥ ദൈവസ്നേഹത്തിലേക്ക് മടങ്ങി വരുവാനും യഥാർത്ഥ ദൈവവിളിയിലേക്ക് മടങ്ങി വരുവാനും, അങ്ങനെ സകലതും നന്മയ്ക്ക് വേണ്ടി കൂടി വ്യാപരിക്കുന്ന ദൈവശക്തിയുടെ വ്യാപാരം ഇന്ന് അനുഭവിച്ചറിയുവാനും അതിനനുസരിച്ച് ജീവിപ്പാനും കർത്താവെ, ഈ വചനം കേൾക്കുന്ന എല്ലാവരെയും അവിടെ നിന്ന് ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് പകൽ ജയോത്സവമായി നടക്കുവാനും രാത്രികാലം സന്തോഷത്തോടെ ദൈവത്തെ സ്തുതിപ്പാനും നിൻ്റെ മക്കളെ എല്ലാവരും അവിടെ നിന്ന് ഇടയാക്കണമേ. എല്ലാവരുടെയും പ്രവൃത്തി മണ്ഡലങ്ങളെ കർത്താവ് മാനിക്കണമേ, അനുഗ്രഹിക്കണമേ. സകലരുടെ പ്രാർത്ഥനാ വിഷയത്തിന്മേലും ദൈവത്തിൻ്റെ ശക്തി വ്യാപരിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സകല നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ബലമുള്ള കരങ്ങളിൽ താഴ്ച സമർപ്പിക്കുന്നു. സകല വടിങ്ങൾക്ക് വേണ്ടി ജീവൻ വെടിഞ്ഞ യേശു ക്രിസ്തുവിൻ്റെ തന്നെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.